എനിക്ക് തോന്നിയ കാര്യം അറിയോ, ചിക്കു ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അത് കഴിയുമ്പോഴേക്കും പിള്ളേർ സ്കൂളിൽ പോകുന്നു. പിന്നെ ആ അത്രയും തന്നെയാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഈ തവണത്തെ ആ ഒരു തന്നെയായി പോലെ ഫീൽ ചെയ്തത്. ഞങ്ങൾ ഫുൾ എൻഗേജ്ഡ് ആയി കഴിയുമ്പോഴേക്കും കുറെ നാള് ജോലി ചെയ്യായിരുന്നല്ലോ. പിന്നെ എനിക്ക് ഇവരുടെ ഇവര് തമ്മിൽ അധികം ഏജ് ഗ്യാപ്പ് ഇല്ലല്ലോ. ഇപ്പൊ 2 വയസ്സ് 1.5 വയസ്സിന്റെ ഒക്കെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഒരാളുടെ കഴിയുമ്പോൾ മറ്റേ ആളാണെങ്കിൽ ഏറെക്കുറെ ആ ഒരു പ്രായത്തിലുള്ളാകുമ്പോൾ നമുക്ക് കൊഞ്ചിച്ച് പറഞ്ഞ് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പം കുഞ്ഞുവാവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഉണ്ട് എന്റെ കൂട്ടത്തിൽ കെയർ ചെയ്യാൻ. പക്ഷെ സ്റ്റിൽ ഇവര് മക്കളാണ്, ഇവരുടെ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഉള്ളിലൊരു അങ്ങനെ ഒരു ഇംബാലൻസ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അതെ, എനിക്കൊന്ന് ഇവരും അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കൂടെ ആരും ഇല്ലാന്ന് മനസ്സിലാക്കുമ്പോൾ അവരായിട്ട് അവരെ കാര്യം ചെയ്യണു. കൊച്ചിന് നന്നായിട്ട്, അതാണ് ഇവര് എല്ലാവരും നന്നായിട്ട് കൊച്ചിനെ എടുക്കും. പൊതുവെ നമുക്ക് ചെറിയ കുട്ടി എടുക്കാൻ ഒരു പേടി ഉണ്ടാവില്ലേ? എനിക്ക് സത്യം പറയാൻ എടുക്കാൻ ടൈം തരത്തില്ല. ഞാൻ എടുക്കാൻ വരുമ്പോഴേക്കും ജോണിക്കുട്ടിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ചക്കിയുടെ ആയാലും മാളുവിന്റെ കയ്യിലായിരിക്കും. ലാസ്റ്റ് ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ജോണിക്കുട്ടി പറയാണ്, നീ പപ്പയുടെ കയ്യിൽ കുറച്ചേരം കൊടുക്കാൻ. 10 ദിവസം കഴിഞ്ഞ് വന്നതല്ലേ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇവരെ ഏറ്റവും കൂടുതൽ മീൻസ് നാട്ടിലേക്ക് വരുന്ന സ്ഥലത്ത് ഇവരെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം, ഒരു പ്ലാനോട് കൂടിയല്ല വരിക. ഇപ്പൊ നാട്ടിലെ മക്കളെ കൊണ്ട് വരുമ്പോൾ നിർബന്ധമായിട്ട് ഇന്ന കാര്യം ചെയ്യിപ്പിക്കണം, അങ്ങനെ പ്ലാനോട് കൂടി എന്താണ് ഇത്തവണത്തെ വരവില് ചെയ്യിപ്പിക്കാൻ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് നമ്മളൊക്കെ കാറ്റിസം ഒക്കെ മലയാളത്തിൽ പഠിക്കും, അതുപോലെ തന്നെ പള്ളികളിലുള്ള സെമിനാറൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവരെയും കൊണ്ട് ഒരാഴ്ച ഒരു റീട്രീറ്റ് സെന്ററിൽ പോയിട്ട് അവിടെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ ഗെയിം, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒരാഴ്ച കുറച്ച് ഇമോഷണൽ സപ്പോർട്ടൊക്കെ അവർ കൂടുതൽ കിട്ടത്തില്ലേ. അതാണ് ഞങ്ങളുടെ ഇത്. ഫസ്റ്റ് ഞങ്ങൾ അതൊരു 5 ദിവസം അവിടെ ആയിരിക്കും. ഞങ്ങൾക്കും അവിടെ ഒരു ധ്യാനം പോലെ ഞങ്ങൾക്ക് ഒരു ചേഞ്ച്. ഓക്കെ, ഇപ്പം നന്നായിട്ട് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോ തന്നെ ടെൻഷൻ ആയിരുന്നു ആൾക്ക്. പക്ഷെ ആള് പാടില്ല. പക്ഷെ മമ്മി നന്നായിട്ട് പാട്ട് പാടും. മമ്മിയും പാട്ട് മമ്മിയാണ് കൊച്ചിലെ യൂട്യൂബ് ഒക്കെ നോക്കി പാട്ട് പഠിപ്പിച്ചത്. മറ്റേ ലിപ്സിംഗ് പാട്ടൊന്നും അല്ല വിചാരിക്കില്ല. പക്ഷേ പാടില്ല. ഞാൻ പാടത്തില്ല, ഞാൻ പാടിയിട്ടുണ്ട്. പണ്ട് മറ്റേ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ സമയത്ത് പാട്ടുകാരനൊക്കെ പറഞ്ഞ് പാട്ട് പഠിപ്പിച്ചേ ആരാന്നറിയോ? റൂമിലുള്ള കൂട്ടുകാരനെ കൊണ്ടാ പഠിപ്പിച്ചത്. അത് എന്ത് നല്ല പാട്ടായിരുന്നറിയോ, നല്ല രസമുള്ളൊരു പാട്ട്. അത് കഴിഞ്ഞിട്ട് കാണാൻ വന്ന് കൂടുതലടച്ചു പറഞ്ഞ് ചേർന്നോളൂ ആ പാട്ടൊന്ന് പാടാവോന്ന്. അന്നേരം ആ പാട്ട് വരുന്നില്ല, വേറെ പാടിയാ മതിയോ? മതി. ഏതായിരുന്നിട്ട് പാടിയത് ഓർക്കുന്നുണ്ടോ? കണ്ണുനീരൊന്ന് മാറുമോന്നുള്ളല്ലേ. ഞാൻ പറഞ്ഞു, ഈ സൗണ്ടും അല്ലല്ലോ ഞാൻ കേട്ടൊന്ന് ഉള്ളിൽ ഓർക്കുന്നത്. നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ല, അന്ന് ഈ ചെറിയ കള്ളത്തരൊക്കെ ചെയ്താലാണല്ലോ നമ്മൾ ഒരാളെ വീഴ്ത്തുക, അല്ല അവരെ ഇത് ചെയ്യുന്നുള്ളത്.